ഒരു അഡ്വഞ്ചർ റെഡി മിഡ് സൈസ് SUV ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ വണ്ടി ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. GWMന്റെ ഏറ്റവും പുതിയ ബോക്സി ഓഫ് റോഡർ ആയിട്ടുള്ള ഹവാൽ V7 ആണിത്. മഡും സാൻഡും ഉൾപ്പെടെ 9 ഡിഫറെന്റ് ഡ്രൈവ് മോഡ്സ് വരുന്ന ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കോട് കൂടിയ ഒരു 6th ജനറേഷൻ ഇന്റലിജന്റ് 4-wheel ഡ്രൈവ് സിസ്റ്റമാണ് ഈ V7 ഉള്ളത്. 215 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്, 580 mm ആണ് ഇതിന്റെ വേഡിംഗ് ഡെപ്ത്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു 220 വോൾട്ട് ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പോർട്ടബിൾ മാഗ്നറ്റിക് ലാമ്പും കൂടെ ഈ V7 കൂടെ വരുന്നുണ്ട്. പുറത്ത് റഫ് ആൻഡ് ടഫ് ആണെങ്കിലും ഓൺ റോഡിൽ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വരുന്ന പ്രീമിയം ഇന്റീരിയറോട് കൂടിയ ഒരു വണ്ടിയാണ് ഈ GWM ഹവാൽ V7. ഇന്റീരിയർ കംപ്ലീറ്റ്ലി റാപ്ഡ് ഇൻ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ്. ഒരു 12.3 ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. 15.6 ഇഞ്ചാണ് സെൻട്രൽ സ്ക്രീനിന്റെ സൈസ്. 10 സ്പീക്കർ ഓഡിയോ സിസ്റ്റം വന്നിട്ടുണ്ട്. ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. വയർലെസ് ചാർജിംഗ് ഉണ്ട്. ഒരു കൂൾ ബോക്സ് അണ്ടർ ദി ആംറസ്റ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു പാനോറമിക് സൺറൂഫും കൂടെ ഈ വണ്ടിയിലുണ്ട്. ഈ രണ്ട് വലിയ ഡിസ്പ്ലേസിന് പുറമെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൂടെ ഈ വണ്ടിയിലുണ്ട്. 228 HP-യും 380 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 2 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 9 സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ട്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗോട് കൂടി വരുന്ന ഈ ഹവാൽ V7 ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു കംഫർട്ടബിൾ, കേപ്പബിൾ ആൻഡ് അഫോർഡബിൾ മിഡ് സൈസ് SUV ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ V7 നിർബന്ധമായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം.